തന്നെ ഈ തുക വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ നൽകുന്ന പദ്ധതിയുടെ പ്രാഥമിക കണക്കെടുപ്പ് പ്രക്രിയകൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നിലവിൽ എത്ര പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കോളേജിയേറ്റ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ. ഏകദേശം 7 ലക്ഷത്തോളം വിദ്യാർത്ഥിനികൾ ഇതിന്റെ പരിധിയിൽ വരുമെന്നാണ് പ്രാഥമിക നിഗമനം. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അർഹരായ വിദ്യാർത്ഥിനികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT വഴി തുക കൈമാറും. നയപ്രഖ്യാപനത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് പരാമർശിച്ചില്ലെങ്കിലും വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ നൽകുന്ന ഈ പദ്ധതിയെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. UDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ മറ്റൊന്നാണ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരുക്കങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിദ്യാർത്ഥികളുടെ യാത്രാ ചെലവുകൾ, പഠന സാമഗ്രികൾ വാങ്ങൽ എന്നിവയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകി ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുക. പുതിയ അധ്യയന വർഷം മുതൽ